ചതച്ചിട്ട് പറപ്പയും കൊണ്ട് വഴിയിച്ചു. പറപ്പ നല്ല ചതപ്പിലേക്ക് കൊണ്ട് വഴിയിച്ചു. വിളങ്ങ വഴിയിച്ചപ്പോൾ പറപ്പകളെ എല്ലാം ഇർലിയായപ്പോൾ കൂന്തിയിൽ കൊണ്ട് വഴിയിച്ചു. പറപ്പകളെ ഇർലിയായപ്പോൾ എല്ലാം കൂന്തിയെ കൊണ്ട് വഴിയിച്ചു. എല്ലാ പറപ്പകളും കൂന്തിയിൽ വഴിയിച്ചു. അവൻ ഒരു പറപ്പെ വിളി മാറിയപ്പോൾ വഴിയിച്ചില്ല. വിളി മാറിയപ്പോൾ വലിയ നീളി കൂടി വെച്ച് കാണിക്കാതെ വഴിയിച്ചു. വിളി മാറിയപ്പോൾ കാണിക്കാതെ ഇഷ്ടംപോലെ മേപ്പാടി മേന്താതെ വഴിയിച്ചു. വിളങ്ങാൻ ഇർലിയായി. പറപ്പ ഇർലിയായപ്പോൾ വലിയ വെക്കടിച്ചു. മറ്റുള്ള പറപ്പകളെല്ലാം കൂന്തിയിൽ സുഖമായിട്ട് പതി. പറപ്പകൾ എല്ലാം ഉണ്ടോയെന്ന് അറിയാനായി ആമ്പുക്ക് ചതച്ച് നോക്കി. 1, 2, 3, 4. 97, 98, 99. അയ്യോ, ഒന്നിമ്മാച്ചില്ലെങ്കിൽ വഴിയിച്ചില്ലല്ലോ. മുളന്തിക്കാതെ വഴിയിച്ച പറപ്പ് ഉടൻ തന്നെ ആമ്പുക്ക് ചതയ്ക്കാൻ വഴിയിച്ചു. ആമ്പുക്ക് ഇർലിയായപ്പോൾ പറപ്പ് തണുപ്പത്ത് വിളിമാറി. പറപ്പ് എമ്മാച്ചിലാണെന്ന് അള്ളനായിട്ട് ആമ്പുക്ക് വിളിമാറി വഴിയിച്ചു. ഇപ്പോഴെപ്പോഴും ആമ്പുക്ക് അവിടെ കേണിച്ചു. ഇർലിക്ക് നീളിയുള്ള വാപ്പിളി ചതപ്പ് മാത്രം കേണിച്ചു. ആമ്പുക്ക് വീണ്ടും പറപ്പെ വിളിമാറി. മേമാച്ചിയിൽ നിന്ന് പറപ്പെ വിളിമാറി. അമ്മച്ചിൽ എന്തോ അത് കേണിക്കുന്നത്? വഴിയിച്ച പറപ്പയുടെ മുളന്താട്ടാണ്. പറപ്പ മുളന്താട്ടിയ സ്ഥലത്തേക്ക് ആമ്പുക്ക് വഴിയിച്ചു. പറപ്പ ചുറ്റി 11 ആമ്പുക്ക് മുളന്തിച്ചു. പറപ്പെ മുളന്തിക്കാതെ മുളന്തിച്ച് വളരെ സന്തോഷിച്ചു. പറപ്പെ അമ്മാച്ചി നിശ്ചയിച്ച് അവിടെ നിന്ന് കൂന്തിയിലേക്ക് കൊണ്ട് വഴിയിച്ചു. പറപ്പെ മുളന്തിച്ചപ്പോൾ വളരെ സന്തോഷിച്ചു. ആമ്പുക്കളെല്ലാം മുളന്തിക്കാതെ വഴിയിച്ച പറപ്പെ പോലെയാണ്. ആമ്പുക്കന്മാർ അവരവരുടെ ഇഷ്ടമല്ല നീളിയിലേക്ക് വഴിയിക്കുന്നു. ആമ്പുക്ക് ഇരുളിൽ പാപത്തിൽ കൂടി വഴിയിക്കുന്നു. യേശു ക്രിസ്തു നല്ല ആമ്പുക്കാകുന്നു. യേശു ക്രിസ്തു നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കീമാച്ചിയിൽ വഴിയിച്ചു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരപ്പിയിൽ ചിറഞ്ഞ യേശുവിനെ കുഴുമ്പിരിൽ ചതച്ചു. യേശു ക്രിസ്തു ചിറഞ്ഞ് 30 ദിവസം ഉയർത്തെഴുന്നേറ്റു. കാരണം യേശു ക്രിസ്തു വലിയ ആമ്പുക്കാകുന്നു. യേശു ക്രിസ്തു ഇന്നും പതുവുന്നു. യേശുവിനോട് എന്റെ പാവമല്ല മെച്ചുക. യേശു ക്രിസ്തുവിനെ നീ മുളന്തിക്ക. യേശു ക്രിസ്തു നിനക്കെല്ലാം പതുക്കും. യേശു ക്രിസ്തു മാത്രമാണ് വലിയ ആമ്പുക്ക്.